Mickey's World. അപ്പോൾ നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ ദുബായ് ടു ശ്രീലങ്ക, ശ്രീലങ്ക ടു കൊച്ചി, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു 15 ഡേയ്സ് ഒരു ലീവാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അച്ഛന് കണ്ണ് ഓപ്പറേഷൻ ഉണ്ട്, പിന്നെ നാട്ടിൽ പോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾക്ക് ഇനി പോകുന്ന വഴിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ദുബായ് ടെർമിനൽ 1ലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് വലിയ ടെർമിനലാണ്, കുറച്ച് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, മെട്രോ കയറി പോകണം. അപ്പോൾ നമ്മൾക്ക് ഇനി അവിടെ എത്തിയിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഓക്കേ. അപ്പോൾ നമ്മൾ ദുബായ് എയർപോർട്ടിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ കയറാണ്. അപ്പോൾ നമ്മൾ ടെർമിനൽ 1ലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടെർമിനൽ 1 ബിസി ആയിട്ടുള്ളൊരു ടെർമിനലാണ്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറാണ്. പിന്നെ അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രീലങ്കൻ എയർവേസിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കൊളംബോ വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പം നമ്മളുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അപ്പം നമ്മൾക്ക് ഡ്യൂട്ടി ഫ്രീയിൽ പോയിട്ട് വല്ലതൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് മേടിക്കാം. അപ്പം നമ്മൾ ഇനി നേരെ മുകളിലേക്ക് പോയിട്ട് ഇനി മെട്രോയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ടെർമിനൽ 1 ആയതുകൊണ്ട് നമ്മൾക്ക് മെട്രോ വഴി പോകണം. അതായത് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള മെട്രോ തന്നെയാണ് കേട്ടോ അത്. അതായത് വലിയ എയർപോർട്ടാണ് നമ്മുടെ ദുബായ് എയർപോർട്ട് എന്ന് പറയുന്നത്. ടെർമിനൽ 1 വലിയ ടെർമിനലാണ്. അപ്പോൾ നമ്മൾ മെട്രോ വഴി പോയിട്ട് നമ്മൾ ഇനി ഡ്യൂട്ടി ഫ്രീയിലേക്ക് കയറാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി നല്ല കുപ്പികളൊക്കെ ഇരിക്കുന്നതാണ്. എനിക്ക് പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഭംഗി കാണുന്ന കുപ്പികളുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് വീഡിയോസ് എടുക്കുകയാണ്. നല്ല രസമുണ്ട്. ഇത് സ്പ്രേ കുപ്പിയൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള സംഭവങ്ങളാണ്. ഇത് 824 ദിർഹമാണ് വരുന്നത്. അതിനും ഹൈയസ്റ്റ് ആയിട്ടുള്ള കുപ്പികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പല ബ്രാൻഡിൻ്റെ ഒക്കെ. അപ്പോൾ ഇതൊരെണ്ണം അതിൽ പെടുന്നതാണ്. അതായത് ബോക്സിങ്, അതായത് അത് അവർ ചെയ്തിരിക്കുന്നത് തന്നെ വുഡൻ്റെ ഇത് വെച്ചിട്ടാണ്. അത് ക്ലോസ് ചെയ്ത് നമുക്ക് ഷെൽഫും അതിലേക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ കമ്മലൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട്. പക്ഷേ അതിൻ്റെ പ്രൈസ് എന്ന് പറയണത് എനിക്ക് തോന്നുന്നു 1793 ആണ്. അപ്പോൾ നാട്ടിലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് കൺവേർട്ട് ചെയ്യണത് ഏകദേശം ഒരു 40,500 ഒക്കെ വരുന്ന റേഞ്ചാണ് ആ കുപ്പി കണ്ടത്. പിന്നെ അടുത്തത് വേറെ ഇതാണ്. എൻ്റെ പൊന്നു, ഇത് 3000 സംതിങ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബിളാണ്. അപ്പോൾ നമ്മളതൊക്കെ മേടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ പാസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. അതായത് എക്സ്ട്രാ ബാഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോവാം. അപ്പോൾ കണ്ടോ, ആൾക്കാരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ നേരെ നമ്മളുടെ ഗേറ്റ് നമ്പറിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളുടെ ഗേറ്റ് നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ 2 hours മുന്നേ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് വിശന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സാൻഡ്വിച്ച് മേടിച്ചു. അപ്പോൾ നമ്മളത് കഴിക്കുകയാണ്. ഒരു പറയുകയാണെങ്കിൽ ഒരു ഹെൽത്തി സാൻഡ്വിച്ച്, അത്ര സ്പൈസി അങ്ങനത്തെ തോന്നുന്നല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ള വേർഷനാണ്, ബ്രൊക്കോളി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ആ സൈഡിൽ കുവൈറ്റ് എയർവേസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ലഗേജ് കാര്യങ്ങളൊക്കെ പോണതൊക്കെ നമുക്ക് കാണാം. നമ്മൾ പ്ലെയിനിൻ്റെ അടിഭാഗത്തല്ലേ ലഗേജ് കാര്യങ്ങളൊക്കെ വയ്ക്കുക. അപ്പോൾ അതൊക്കെ അവർ അറേഞ്ച് ചെയ്യണം കാണാം. അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ നോക്കിയിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ശ്രീലങ്കൻ എയർലൈൻസ് വന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാണ്. കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അപ്പം നമ്മൾ കാണാം എൻജോയ് യുവർ ജേണി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കിടക്കണം. അപ്പം നമ്മൾ വെൽക്കം ചെയ്യാൻ തന്നെ അവിടെ 2 എയർ ഹോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു. അവരുടെ സർവീസ് ആയാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഫ്ലൈറ്റിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി ഫ്ലൈറ്റായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു.
അത്യാവശ്യം സീറ്റിനൊക്കെ നല്ല സ്പേസിങ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ ഓടിപ്പോയിട്ട് വിൻഡോ സീറ്റ് തന്നെ എടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ ഞാനിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂവീസ് വേണമെങ്കിൽ അത് വെക്കാം. പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കാർട്ടൂൺസ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് വെക്കാം ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം. അപ്പോൾ അവർ ഫസ്റ്റത്തെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതൊരു കാർട്ടൂൺ രീതിയിലാണ്. അത് ഒരു പ്രത്യേകം, അതായത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇപ്പോൾ കുട്ടികളായാലും ഇരുന്ന് ഇങ്ങനെ കാണും. അപ്പോൾ അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മളുടെ ടേക്ക് ഓഫ് ആയി. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ആകുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയാണ് എപ്പോഴും ഒരു ഇത്. അപ്പോൾ ഞാനിങ്ങനെ വിഷ്ണുവിൻ്റെ കയ്യിൽ മുറുകെ പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെഡ്ഫോണും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മൂവി കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ സെലക്ട് ചെയ്ത് ഇങ്ങനെ മലയാളം മൂവീസ് ആയാലും ഉണ്ട്, ഇംഗ്ലീഷോ ഹിന്ദിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ മൂവീസൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ എത്തും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എയർ ഹോസ്റ്റേഴ്സ് ഓരോന്നായിട്ട് എടുക്കുകയാണ്. ഫുഡും ഇതുപോലെ തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു. അതുപോലെ തന്നെ ഈ സംഭവം ആവശ്യമുള്ളവർക്ക് ഇതും അവർ തരും. അപ്പോൾ നമ്മൾക്ക് ഏതാ വേണ്ടേ, വിസ്കിയോ വേണോ, ബിയർ വേണോ, ബ്രാൻഡി വേണോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തരും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാനായി പോവാണ്. അപ്പോൾ നല്ല അടിപൊളി നല്ലൊരു ചിക്കൻ കറി ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ബീൻസ് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ശ്രീലങ്കൻ ടീ കുടിക്കുകയാണ്. അപ്പോൾ ഷുഗർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് അതെടുത്തിട്ട് ആക്കാം. പിന്നെ അതുപോലെ തന്നെ മിൽക്ക് വേണ്ടെങ്കിൽ മിൽക്കിൻ്റെ ആ ഒരു ഇത് തരും. അപ്പോൾ അതും അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ ശ്രീലങ്കയിലെത്തി. അപ്പോൾ നമ്മൾ ശ്രീലങ്കയിൽ ഇറങ്ങി. അവിടെ കുറച്ച് ലേറ്റായിരുന്നു. അതായത് ഞങ്ങളിപ്പോൾ 9 o'clock നമ്മൾ കൊച്ചിയിൽ എത്തേണ്ടിയിരുന്നത്. പക്ഷെ ഞങ്ങൾ എത്തിയത് 12 മണിക്കാണ്. അപ്പോൾ കുറച്ച് ഡിലേ ആയി. ആ ഒരു സംഭവത്തിൽ ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായി. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. അതിൻ്റെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല നമുക്ക്. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവിടെയൊക്കെ ജസ്റ്റ് പോയി കണ്ടു. എന്നിട്ട് ജസ്റ്റ് ഒരു ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോഫി കുടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് ഡോളറിലാണ് കേട്ടോ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മീൻസ് കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. കാരണം മീൻസ് കണക്ഷൻ ഫ്ലൈറ്റിൽ ഇപ്പോൾ ഓസ്ട്രേലിയ അങ്ങനെ പല സ്ഥലത്തുനിന്നും കണക്ഷൻ ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഫോറിനേഴ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. എയർപോർട്ട് ഫുള്ള് ഫോറിനേഴ്സായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കടകളിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ബുദ്ധയുടെ കുറേ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു കോഫി ഷോപ്പിൽ കയറി കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇനിയും ട്രാവൽ ചെയ്യണമല്ലോ. പിന്നെ ഡിലേ ആയപ്പോൾ ആകെ ഒരുമാതിരിയായി. അപ്പോൾ നമ്മൾ കുറച്ച് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സംഭവം കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, എടുക്കുകയാണെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മൾ അതൊന്നും മേടിച്ചൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു കോഫി, പിന്നെ ഞാൻ അങ്ങനെ കോഫി ടീ അങ്ങനെ കുടിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ വിശ്വനാഥൻ മേടിച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് സിപ്പ് എടുക്കാനായിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് നോക്കി. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കോഫി മേടിച്ചിട്ട് നമ്മൾ വരണം. എന്നിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് കുടിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുടിക്കാണ്ടോ. അത് മൊത്തമൊന്നും കുടിച്ചൊന്നുമില്ല, പകുതി വിശ്വനാഥനാണ് കുടിച്ചത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു. പക്ഷെ ഇത്ര വലിയ ഒരു ഗ്ലാസ്സിലാണ് നമുക്ക് കോഫി കിട്ടിയത്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് വീണ്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ശ്രീലങ്കൻ എയർലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ബസ് വഴിയാണ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടയ്ക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ബസ്സിൽ ഫ്ലൈറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബസ്സിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിനി കൊച്ചിയിലേക്ക് പോണത് ഈ ഫ്ലൈറ്റിലാണ്. അപ്പോൾ കൊച്ചിയിൽ 1 hour ജസ്റ്റ് വേഗം എത്തും. അപ്പോൾ നമ്മൾ ഇതിന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ നമ്മൾ കൊച്ചിയിലെത്തും. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി. ഇത് നമ്മളുടെ നോർമൽ ഫ്ലൈറ്റായിരുന്നു. സ്പേസിങ്ങൊക്കെ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെയാണ് കയറിയത്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് സീറ്റിലിരുന്നു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ടേക്ക് ഓഫ് ആയി.
അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ നാട്ടിലെത്തി. നമ്മുടെ കൊച്ചി എത്തുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. പച്ചപ്പും ഹരിതാപും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു എന്താ പറയുക, നല്ലൊരു സമാധാനമാണ്. അപ്പം നമ്മളിങ്ങനെ വിൻഡോയിൽ കൂടെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ജ്യൂസും അതുപോലെ തന്നെ ഈ ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു സംഭവം കിട്ടി. നമ്മളതൊക്കെ കഴിച്ചിരിക്കുമ്പോഴേക്കും നമ്മൾക്ക് നേരെ കൊച്ചിയിലേക്ക് എത്താം. അപ്പോൾ പെട്ടെന്ന് എത്തി. അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞു അവർ. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചിട്ട് നമ്മൾ സേഫ്റ്റി ആയിട്ടിരിക്കണം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ആ അടിയിലേക്ക് നോക്കുമ്പോൾ കുഞ്ഞു വീടുകൾ കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ വഴി നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ ബാഗേജ് കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ബാഗേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ദുബായ് ടു കൊച്ചി നമ്മളുടെ ട്രാവൽ വ്ളോഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.